വേണ്ടത് ഈ മെമ്മറി ടെക്നിക്സ് ആണ്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ് മെമ്മറി ടെക്നിക്. The memory can be made 5 times. Intelligence also can be improved about quadrupled at least. അപ്പോൾ ഞാൻ ഈ IAS പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ടെക്നിക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയും ഒരു ബ്ലാക്ക് ബോർഡ് വെച്ച് വരച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ കുട്ടികളെല്ലാം കൂടെ ആവശ്യപ്പെട്ടു അതൊരു പുസ്തകമായിട്ട് എഴുതാൻ. അപ്പം ഞാനും എൻ്റെ മകൾ അമ്മുവും കൂടെ കൂടി ഒരു പുസ്തകം എഴുതി. അമ്മു സൈക്കോളജിയിൽ റാങ്ക് ഹോൾഡറാണ്. അപ്പം അതാണ് ഈ മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ള ഒരാളാണെന്ന പുസ്തകം. ഇപ്പോൾ ലോക ചരിത്രത്തിലെ വലിയ ഓർമ്മശക്തി ഉണ്ടായിരുന്ന ആളുകൾ അവരുപയോഗിച്ച ഒരു 100ഓളം ടെക്നിക്ക് എടുത്തിട്ട് അത് വരച്ച് എങ്ങനെയാണ് അത് മാസ്റ്റർ ചെയ്യേണ്ടതെന്ന് ആ പുസ്തകത്തിൽ ഞാൻ DC ബുക്ക് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം ആ പുസ്തകത്തിനകത്തുള്ള ടെക്നിക്ക് ഒരു 5 എണ്ണമെങ്കിലും മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ ഈ ആളിന്റെ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗോ 3 times or 4 times. അപ്പൊ IAS പഠിക്കുന്ന കുട്ടിക്ക് ഈ BAക്കോ MAക്കോ ഒക്കെ നോട്ട് എഴുതി പഠിക്കാം. എന്നിട്ട് പരീക്ഷയുടെ തലേദിവസം ആ നോട്ട് എടുത്തിട്ടൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് പരീക്ഷ എഴുതാം. IASന് പറ്റില്ല. IASന് ഈ ബ്രോഡ് ഏരിയയാണ് സിലബസിൽ പറയുന്നത്. സിലബസ് ഇല്ലാത്തൊരു പരീക്ഷയാണ് IAS പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ആ ഏരിയയിൽ നിന്ന് എവിടെ നിന്നും ചോദ്യം വരാം. അപ്പൊ ഈ നോട്ട് എഴുതി ആ നോട്ട് വെച്ചിട്ട് റിഫ്രഷ് ചെയ്തിട്ട് റിവൈസ് ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയല്ല. പഠിക്കുന്ന സമയത്ത് തന്നെ തലച്ചോറ് സ്റ്റോർ ചെയ്തെങ്കിലേ IAS പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ബ്രെയിനിനെ കണ്ടീഷൻ ചെയ്യും.